അപ്പോൾ ഗൈസ് ഇതെന്താണെന്ന് മനസ്സിലായോ? ഞണ്ട് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതാണ് ഞണ്ട്. അപ്പോൾ നമ്മൾ നല്ല ക്ലീനായിട്ട് വെച്ചിട്ടുണ്ട്. 2 ഞണ്ടാണിത്. അപ്പം നമ്മൾ ക്ലീനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പരിപാടിയിലോട്ട് തുടങ്ങാം. അപ്പോൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലിട്ട നമ്മൾ പൊടി ഇട്ടിട്ടുണ്ട്. മുളകും സവാളയും കൂടിയാണ്. പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളി. ഇവിടെ നല്ല മഴയാണ്. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? തക്കാളി ഇടാം. തക്കാളി ഇടാൻ മറന്നു പോയിട്ട് അമ്മ ഇവിടെ കുരുമുളക് പൊടിക്കാൻ പോയി. നിങ്ങളുടെ വീട്ടിലൊക്കെ കുരുമുളക് ഇങ്ങനെയാണോ പൊടിക്കുന്നത്? ഫ്രഷ് ആയിട്ട് പൊടിക്കുകയാണോ? ആണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അത്രയും സമയം കൊണ്ട് നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി നന്നായിട്ട് ആക്കി കൊടുക്കാം. മസാല എല്ലാം പിടിച്ച് വരട്ടെ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഞണ്ട് ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഉണ്ടാക്കാനൊന്നും അറിയില്ല. നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാം. പരിപ്പോടെ തന്നെ ഉണ്ടേ. ഞണ്ടിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഷെഫ്സാണ്. നമുക്ക് ഞണ്ടെല്ലാം ഇട്ട് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി അടച്ചിട്ട് വേവിക്കാം. നമ്മളിപ്പോൾ ഇത് തുറന്നു നോക്കിയിട്ടുണ്ട്. സംഭവം റെഡി ആയിട്ടുണ്ട്. കുറച്ചുള്ളെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ബൈ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.